ഡൽഹി നിസാമുദ്ദീൻ ഹുമയൂൺ ശവകുടീരത്തോട് ചേർന്നുള്ള കെട്ടിടത്തിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണ് 5 പേർ മരിച്ചു. കെട്ടിടത്തിൽ കുടുങ്ങി പരിക്കേറ്റ 11 പേരെ ആശുപത്രിയിലെത്തിച്ചു. ശക്തമായ മഴയെ തുടർന്നായിരുന്നു ഈ അപകടം. കൂടുതൽ പേർ കുടുങ്ങിക്കിടക്കുന്നു എന്നതാണ് സംശയം. രക്ഷാപ്രവർത്തനം തുടരുകയാണ്. വിവരങ്ങളുമായി എസ് ശ്രീകാന്ത് ചേരുന്നു. ശ്രീകാന്ത്, ഇന്ന് രാവിലെ മുതൽ സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ നിറവിലായിരുന്നു രാജ്യതലസ്ഥാനം. പക്ഷേ വൈകിട്ട് ഇപ്പോൾ നമ്മൾക്ക് ഒരു സങ്കടകരമായ വാർത്ത പങ്കിടേണ്ടി വരുന്നു. ഹുമയൂൺ ശവകുടീരത്തോട് ചേർന്നുള്ള കെട്ടിടം ശക്തമായ മഴയെ തുടർന്ന് ഇടിഞ്ഞു വീണിരിക്കുന്നു. 5 പേരുടെ മരണം സ്ഥിരീകരിക്കുന്നു. 11 പേരെ രക്ഷപ്പെടുത്തി. രക്ഷാപ്രവർത്തനം ഇപ്പോഴും അവിടെ തുടരുകയാണ്. കൂടുതൽ വിവരങ്ങൾ ശ്രീകാന്ത്. കുറച്ച് സമയം പിന്നിട്ടിരിക്കുന്നു ഈ സംഭവം നടന്നിട്ട്. 5 പേർ മരിച്ചു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് കിട്ടുന്ന വിവരം. അവിടെ കുടുങ്ങിപ്പോയ ആളുകളെ രക്ഷപ്പെടുത്തിയിട്ടുമുണ്ട്. ഇവിടെ ഹുമയൂൺ ശവകുടീരമുണ്ട്. അവിടെ ധാരാളം ആളുകൾ ഇന്ന് അവധി ദിവസമായതിനാൽ അവിടെ എത്തിയിരുന്നു, അവിടെ സമയം ചെലവഴിക്കാൻ എത്തിയിരുന്നു. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് മുകളിലേക്കാണ് ഈ കെട്ടിടം ഇടിഞ്ഞു വീണത്. ഇത് സംരക്ഷിത സ്മാരകമാണ് ഹുമയൂൺ ശവകുടീരം. അതിന് തൊട്ടടുത്തായി ഉണ്ടായിരുന്ന ഒരു കെട്ടിടമാണ് ഇടിഞ്ഞു വീണത്. ഈ ആളുകൾ ഓടി മാറുന്നതിനുള്ള സമയം പോലും കിട്ടിയില്ല. ഇവിടെ കുറച്ചധികം ദിവസങ്ങളായി ഡൽഹിയിൽ കനത്ത മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ പഴയ കെട്ടിടങ്ങളൊക്കെ തന്നെ നനഞ്ഞു കുതിർന്ന് വീഴാറായ ഒരു സാഹചര്യം കൂടിയുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ 2-3 ഇടങ്ങളിൽ സമാനമായ പ്രശ്നമുണ്ടാവുകയും ആളുകൾ മരിക്കുന്ന വാർത്തകൾ പുറത്തു വരികയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഹുമയൂൺ ശവകുടീരത്തിൻ്റെ തൊട്ടടുത്ത് ഒരു കെട്ടിടം ഇടിഞ്ഞു വീണ് 5 പേർ മരിച്ചത്. കുറേയധികം ആളുകൾ കുടുങ്ങിക്കിടന്നിരുന്നു. അവിടെ അവരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ശ്രീകാന്ത്, ഒരു കാര്യം കൂടി, ഈ രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുകയാണോ? കൂടുതൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നതായി വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? മരിച്ചവർ ആരൊക്കെ തുടങ്ങിയ വിവരങ്ങളും ഇപ്പോൾ നൽകാൻ കഴിയുന്ന അവസ്ഥയിലാണോ ശ്രീകാന്ത്? നിലവിൽ അവിടെ ആരും കുടുങ്ങിക്കിടപ്പില്ല. രക്ഷാപ്രവർത്തനം ഏറെക്കുറെ അവസാനിച്ചു എന്ന് തന്നെ പറയാം. കാരണം അവിടെ നിലവിൽ ഉണ്ടായിരുന്ന ആളുകളെയൊക്കെ തന്നെ അവിടെ നിന്നും മാറ്റിയിട്ടുണ്ട്. ആ സ്ഥലം പോലീസ് സീൽ ചെയ്തിട്ടുണ്ട്. അവിടേക്ക് ആരെയും നിലവിൽ കടത്തിവിടുന്നില്ല. ആരെങ്കിലും ഇനി അവിടെ ഉണ്ടോ എന്നുള്ള തെരച്ചിൽ മാത്രമാണ് നടക്കുന്നത്. ആ സമയത്ത് തന്നെ ഇടപെട്ടു. പോലീസിൻ്റെയും ഒക്കെ ഭാഗത്തുനിന്നും അവിടെ ഉണ്ടായിരുന്ന ആളുകളും ഇടപെട്ട് രക്ഷാദൗത്യം ആ സമയത്ത് തന്നെ പൂർത്തിയാക്കിയിരുന്നു. ഇനി ആരെങ്കിലും ആ ഭാഗത്ത് എവിടെയെങ്കിലും ഉണ്ടോ, കുടുങ്ങി കിടപ്പുണ്ടോ എന്നുള്ള പരിശോധന മാത്രമാണ് നടക്കുന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ രക്ഷാദൗത്യം കാര്യമായി ചെയ്യാൻ സാധിച്ചിരുന്നു. ഇപ്പോൾ അവിടെ നിന്നും ആളുകളെ മുഴുവൻ ഒഴിപ്പിച്ചിട്ടുണ്ട്. അതെ, വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ശ്രീകാന്ത് പങ്കുവച്ചത്. ഡൽഹി നിസാമുദ്ദീൻ ഹുമയൂൺ ശവകുടീരത്തോട് ചേർന്നുള്ള കെട്ടിടത്തിൻ്റെ ഒരു ഭാഗമാണ് ഇടിഞ്ഞു വീണ് 5 പേർ മരിച്ചത്. കെട്ടിടത്തിൽ കുടുങ്ങി പരിക്കേറ്റ 11 പേരെ ആശുപത്രിയിലെത്തിച്ചു. ശക്തമായ മഴയെ തുടർന്നായിരുന്നു ഈ അപകടം. അവിടെ രക്ഷാപ്രവർത്തനം ഏകദേശം പൂർത്തിയായിട്ടുണ്ട് എന്നാണ് ശ്രീകാന്ത് നൽകുന്ന വിവരങ്ങൾ.